അപ്പം ഞാൻ വീണ്ടും വന്നു. സൗണ്ടൊന്നും ക്ലിയർ ഒന്നും ആയിട്ടില്ല, എന്നാലും ഇന്നലത്തേലും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വലിയ കാര്യമായ തോതിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഗുരുവായൂർ പോയതായിരുന്നു, അന്നദാനം കഴിച്ചു. അന്നദാനത്തിനുള്ള ക്യൂവിൽ നിന്നപ്പോഴത്തേക്കും 11:30 ആയി. സാധാരണ ഞാൻ പോയി കഴിഞ്ഞ ഒരു 11 മണിക്ക് മുപ്പാടായിട്ട് ഞാൻ ക്യൂവിൽ നിൽക്കാറുണ്ട്. തിരക്ക് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, അയ്യപ്പന്മാരാണ് കൂടുതലും. അതെ, ഡിസംബർ 1 ഗുരുവായൂരിൽ ഏകാദശിയാണ്. അപ്പോൾ നല്ലവരായ എല്ലാ ഹൈന്ദവ ജനതയെയും ഗുരുവായൂരിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഞാൻ അവിടെ നിന്ന് അന്നദാനം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പോകുന്നു കേട്ടോ. ഇന്നലത്തെ അന്നദാനത്തിന് നെല്ലിക്കച്ചാറുണ്ടായിരുന്നു, ഒരു അവിയലുണ്ടായിരുന്നു, ഒരു കൂട്ടുകറി പോലെ ഒന്നുണ്ടായിരുന്നു. കറികളൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ നെല്ലിക്കച്ചാർ കേട്ടോ. വെള്ളം പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ചാതി ടേസ്റ്റാണ്. പക്ഷെ ഇന്നലെ സാമ്പാറായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ രണ്ടാമത് ചോറ് വാങ്ങിച്ചില്ല. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗുരുവായൂരത്തെ വിശേഷങ്ങൾ. ഗുരുവായൂർ ഏകാദശിയാണ് ഡിസംബർ 1. അതാണ് നമ്മുടെ ഫങ്ഷൻ. അറിയാമല്ലോ, 10 ദിവസം കഴിയുമ്പോഴുള്ള നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ ഏകാദശിയാണ്. 10 ദിവസം ഇല്ല ഇനി ഗുരുവായൂർ ഏകാദശിക്ക്. അപ്പം എല്ലാവരും വരിക, പറ്റുമെങ്കിൽ നമുക്ക് കാണാം. പിന്നെ ആ വാതുക്കലും ഈ വാതുക്കലും മണക്കാൻ വന്ന് നിൽക്കുന്ന നമ്മളെയൊക്കെ കാണുമ്പോൾ ഇളിച്ചിട്ട് വന്നിട്ട് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കും എന്ന് പറഞ്ഞ് നമ്മളെ മുഖത്ത് നോക്കി ഇളിച്ച് കാണിക്കുന്ന ചില നമ്മുടെയൊക്കെ ആചാരങ്ങളെയൊക്കെ തകർക്കാൻ വരുന്ന ഹിന്ദുക്കളായ സ്ത്രീകൾ അവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും തല വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഹിന്ദുക്കൾ നമ്മുടെ വില കളഞ്ഞു വിളിക്കാതിരിക്കുക, ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇളിച്ചിട്ട് അങ്ങോട്ട് പോവാതിരിക്കുക. ചില മന്ദബുദ്ധികളായ ഹിന്ദുക്കൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ സംശയവുമില്ല. ഇത്തരം ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇളിച്ചിട്ട് ചെന്ന് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന മന്ദബുദ്ധികളായ ഹിന്ദുക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളായിട്ട് നമ്മുടെ വില കളഞ്ഞു വിളിക്കാതിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഡിസംബർ 1 ഗുരുവായൂർ ഒരു ഫങ്ഷൻ മീൻസ് ഗുരുവായൂർ ഏകാദശിയാണ്. നമ്മുടെ ഹൈന്ദവ ജനതയുടെ ഫങ്ഷനാണ്. എല്ലാ ഹിന്ദു ജനങ്ങളെയും ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഡിസംബർ 1 ഗുരുവായൂരിൽ ഭയങ്കര തിരക്കായിരിക്കും. അന്ന് ഏകാദശി ദിവസം ഗുരുവായൂരത്തെ ഭക്ഷണം എന്തൊക്കെയാണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ? വെയിറ്റ് ചെയ്യൂ കേട്ടോ.